ഹായ് ഗായ്സ്, സോഷ്യൽ സയൻസ് എക്സാമിന് എല്ലാവരും തയ്യാറായോ? എന്തായാലും അവസാന ഘട്ട തയ്യാറെടുപ്പെന്നോണം കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. മറ്റുള്ള സബ്ജക്ട്സ് പോലെയല്ല സോഷ്യൽ സയൻസ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 ടെക്സ്റ്റും പഠിക്കാനുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് 4 ദിവസം സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ ദിവസവും ഓരോ ടെക്സ്റ്റും വെച്ച് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് കെമിസ്ട്രി പഠിക്കാനായിട്ട് സ്റ്റഡി ലീവ് ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നത്. നമുക്ക് സോഷ്യൽ പഠിക്കാനായിട്ട് 4 ദിവസത്തെ ലീവ് ഉണ്ട്. അതിനിടയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു 5 മണിക്കൂർ കെമിസ്ട്രിക്കായിട്ട് മാറ്റി വയ്ക്കുക. ഇന്ന് നൈറ്റ് കെമിസ്ട്രി ഒരു 8 മണി മുതൽ 12 മണി വരെ പഠിച്ചതിന് ശേഷം നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് സോഷ്യൽ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യാം. ഇത് എൻ്റെ രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ്. ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് പോലെ തന്നെ ഒരുപാട് പഠിക്കാനും ഒരുപാട് എഴുതാനുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അതിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ടും ഓരോ മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എസ് ചോദിക്കുന്ന നമുക്ക് തന്നെ തോന്നുന്ന പോർഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ടിപ്സൊക്കെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഒക്കെ ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓരോ ചാപ്റ്ററിൻ്റെയും യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അതിൽ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് കോഡൊക്കെ വെച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതുപോലെ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കും ഉണ്ടാവാറുള്ള ഒരു മെയിൻ മിസ്റ്റേക്കാണ് എസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാനത് പോയിന്റ് ആയിട്ടാണ് ആൻസർ ചെയ്യാറ്. ആരും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അത് വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഇടയാകും. ഏതെങ്കിലും ഒരു ടോപ്പിനെ കുറിച്ച് ഫംഗ്ഷൻസ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പോയിന്റ്സ് ആയിട്ട് എഴുതാം. അതായത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോയിൻ്റായിട്ട് എഴുതാം. അതല്ലാതെ ഒരു പോർഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ രീതിയിൽ എഴുതുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരുപാടൊന്നും നമ്മളിങ്ങനെ വാരി വലിച്ചെഴുതാതെ മെയിൻ പോയിന്റ്സ് മാത്രം കൊടുത്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് എഴുതി ഉറപ്പുള്ള പോയിന്റ്സ് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. മെയിനായിട്ട് ഓരോ ഇവൻറ്റ്സ് നടന്ന ഇയേഴ്സ് നമ്മൾ എഴുതുമ്പോൾ നമുക്കത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഹിസ്റ്ററിയിൽ ഓരോ ഇവൻറ്റ്സും അതിൻ്റെ ഇയേഴ്സും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതൊക്കെ എന്തെങ്കിലും കുട്ടി ട്രിക്സ് ഒക്കെ വെച്ചിട്ട് പഠിച്ചു വെക്കുക. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിലെ ഇവൻറ്റിൻ്റെ ഇയർ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ഇയർ നമ്മൾ എഴുതാതിരിക്കുക. കൺഫ്യൂഷൻ അടിച്ച് ഇയർ തെറ്റിച്ച് എഴുതാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം തന്നെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഓർഡറിൽ തന്നെ ആൻസർ ചെയ്യണമെന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇട്ടാൽ മതി. നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ലൈനെങ്കിലും അത് എഴുതി വയ്ക്കുക. ഒരിക്കലും ആദ്യം തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോ മോഡൽ ക്വസ്റ്റ്യൻസിലോ കണ്ടുവന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്സാമിന് വരും. അങ്ങനെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. സബ് ക്വസ്റ്റ്യൻ ഏതാണ് എഴുതുന്നതെന്ന് മെൻഷൻ ചെയ്യുക. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി. മാപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കോണ്ടിനെൻസും പഠിച്ചിട്ട് പോവുക. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്ലൈമാറ്റിക് റീജിയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻസ് കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതുപോലെ ആൻസർ ചെയ്യാൻ പറ്റും. അഡീഷണലായി കിട്ടുന്ന മാപ്പ് ആൻസർ ചെയ്തിട്ട് നല്ലതുപോലെ ടൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരും പഠിച്ചു തീർന്നിട്ടില്ല എന്ന് ടെൻഷൻ അടിക്കാതെ പഠിച്ച ഭാഗം നല്ലതുപോലെ ആൻസർ ചെയ്യാൻ കഴിയട്ടെ. മാക്സിമം എല്ലാവരും ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക.